തമിഴിലുള്ള ആൾക്കാർ പറയണമെന്ന് വെച്ചാൽ മധുസാർ ഭാഗ്യം ചെയ്ത ആളാണ്. എന്താ കാരണം? ഇതിൻ്റെ പുറകെ ഒരു കഥയുണ്ട്, അറിയാവുന്നറിയില്ല. ഇല്ല. ഈ റോള് ശിവാജി ഗണേശൻ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ സുഖമില്ലാതെ അമേരിക്കയിൽ ട്രീറ്റ്മെൻറ്റിന് പോയി. അപ്പോൾ ഈ സീൻ അഭിനയിക്കാൻ ശിവാജി ഗണേശനെ പിന്നെ ഫിക്സ് ചെയ്യാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, രജനീകാന്തിനെ വേറെ ആരെങ്കിലും അടിച്ച ആളുകൾ സഹിക്കില്ല. തിയേറ്റർ ചിലപ്പോൾ കത്തിച്ച് കളഞ്ഞത് അങ്ങയുടെ ഫാൻസ്. പിന്നെ എന്ത് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ശിവാജിയാണ് അവിടുന്ന് പറഞ്ഞു, ഒരു പണി ചെയ്താൽ മതി, ഇങ്ങനെ മധുവിനെ വിളിച്ചാൽ മതി, ഈ സീനിയർ ആർട്ടിസ്റ്റ്, ആളുകൾക്കെല്ലാം അറിയാം, അതുകൊണ്ട് കുഴപ്പമൊന്നും വരില്ല. രജനോട് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇയാളെ അടിക്കാൻ യോഗ്യനായിട്ടൊരുത്തം വേണമല്ലോ. അങ്ങനെയാണ് അവരെന്നെ സമീപിക്കുന്നത്. അതിനുശേഷം കുറേ കാലം മധുസാർ തമിഴ്നാട്ടിലേക്ക് പോയില്ല എന്നൊരാൾ പറഞ്ഞു. തമിഴന്മാരെ പിടിച്ച് കത്തിക്കുത് മേടിച്ചിട്ട്. ഇല്ല അങ്ങനെയൊന്നുണ്ട്. ഇത് കണ്ട ആൾക്കാരെന്ത് പറഞ്ഞു? പ്രതികരണങ്ങൾ നല്ല റിവ്യൂ, നല്ല പ്രതികരണങ്ങളാണ് വന്നത്. മധുസാറിന് രജനീകാന്തിനെ അടിക്കുമ്പം ഒരു പേടി ഉണ്ടായിരുന്നു ഉള്ളിൽ, പടച്ചോനെ ഇനിയില്ലേ. ഇല്ല, നമുക്ക് അങ്ങനെ അവിടെ നിന്നൊരു പ്രത്യേക ഒരു അവർ വിളിച്ചുകൊണ്ട് പോയി എന്നുള്ളതെല്ലാം ഒന്നും ഇങ്ങോട്ടൊന്നും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ടിങ്ങനെ അവർ സ്വീകരിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അത് കാരണം ഒരു ഉത്കണ്ഠയൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷം പലരും വിളിച്ചിട്ട് ഞാൻ പോയതുമില്ല. കാരണം നമ്മുടെ ബിസി ആയിപ്പോൾ പല രീതിയിലും ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ ആക്ടർ എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അതൊന്ന് പിന്നെ ഇവിടെയുള്ള ഞാൻ ഈ സിനിമയിൽ വന്നത് ലേറ്റായിട്ടാണ്. പിന്നെ ഹിന്ദിയിലോ അല്ലെങ്കിൽ തമിഴിലോ പോയിട്ട് ഒരു അവിടെ ചേക്കേറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹീറോ ആയിട്ട് അഭിനയിക്കാനുള്ള കാലം കഴിഞ്ഞു പോയി, സമയം കഴിഞ്ഞു പോയി. അത് ഹിന്ദിയിൽ അപ്പിയർ ചെയ്യുമ്പോഴും അതെ, ഇതിൽ വരുമ്പോഴും അതെ ഒക്കെ കഴിഞ്ഞു പോയല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഇവിടെ ഈ പ്രധാന റോൾ ചെയ്യുമ്പോൾ അവിടെ ചെന്നിട്ട് ചെറിയ റോളുകൾ അതിന് ആവശ്യമില്ല മാറ്റി. മാത്രമല്ല അവിടെ പല സിനിമകൾക്കും പ്രത്യേകിച്ച് മറമൊന്നുമില്ല, ഒരു അങ്ങനത്തെ. പക്ഷെ വേണമെങ്കിൽ കൊമേഴ്സ്യലായി ചിന്തിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് ആ നോട്ടം ഉണ്ടായിരുന്നില്ല. കൊമേഴ്സ്യലല്ല, ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളായിരുന്നു ആഗ്രഹം. ഞാൻ നേരത്തെ പറഞ്ഞ ഇതിനകത്ത് സിനിമയിൽ ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യണത് ആസ് എ പ്രൊഡ്യൂസർ, നോട്ട് ആസ് എൻ ആക്ടർ, നോട്ട് ആസ് എ ഡയറക്ടർ. കാരണം പ്രൊഡ്യൂസർ എന്ന് പറയുന്നവനാണ് ഈ ആക്ടറെയും ഏറ്റവും ഇസറ്റ് നമുക്ക് ചെയ്യാമല്ലോ. ഫ്രം സ്ക്രിപ്റ്റ് ടു സ്ക്രീൻ മാത്രമല്ല, ഈ അടുക്കള കാര്യം കൂടെ അതിൻ്റെ അന്വേഷിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അതിന് ചെയ്യേണ്ട ആളാണല്ലോ. ഞാൻ ഈ ഫൈനാൻഷ്യൽ അല്ല ഉദ്ദേശിക്കുന്നത്, റിയൽ പ്രൊഡ്യൂസറാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊഡ്യൂസർ ഇസ് ദ മാൻ ഹൂ മേക്സ് ദി ഫിലിം. ഈ പടം നിർമ്മിക്കുന്ന ആളാണ്, നോട്ട് ഈവൻ ദി ഡയറക്ടർ. ഡയറക്ടർ പോലും ഷോർട്ട്സ് എടുക്കുന്നേ ഉള്ളൂ, അത് എടുത്തിട്ട് എഡിറ്ററിൽ കൊടുത്താൽ എഡിറ്റർ കട്ട് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ മ്യൂസിക്, അങ്ങനെ ഓരോന്നായിരിക്കും. ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യുന്നവനാണ്. ഇതെല്ലാം തലയിൽ വെച്ച് നടന്നിട്ട് ഈ പടം ഉണ്ടാക്കുന്നവൻ പ്രൊഡ്യൂസറാണ്. ഇപ്പോൾ നമുക്കിവിടെ ഉള്ളത് ഫൈനാൻഷ്യറെന്നോ പ്രൊപ്പറേറ്ററെന്നോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്നോ പ്രൊഡ്യൂസറോ അത് അങ്ങനെ വല്ലതും പറയാം. ദേ കാൺ ബി കോൾഡ് ദി പ്രൊഡ്യൂസേഴ്സ്. മധുസാർ ഈ സിനിമയുടെ എല്ലാ ആഗണിയും അറിഞ്ഞ ആളാണ്. സിനിമയിൽ അഭിനയിച്ചു, സിനിമ സംവിധാനം ചെയ്തു, സിനിമ നിർമ്മിച്ചു, സിനിമയുടെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കി. എല്ലാ തലങ്ങളിലൂടെയും മധുസാർ കടന്നുപോയി. ലാഭനഷ്ട കണക്കുകൾ എടുക്കുമ്പോൾ എവിടെയാണ് ലാഭം, എവിടെയാണ് നഷ്ടം? എനിക്ക് ഇതിൻ്റെ അകത്ത് വന്നതിൻ്റെ അകത്ത് ഫ്രം ദിസ് എനിക്ക് ലാഭമല്ല നഷ്ടം ഉണ്ടായിട്ടേ ഇല്ല. കാരണം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാശുമായിട്ടല്ലല്ലേ വന്നേ. അതെ, കൈവാട്ടിയാണല്ലോ വന്നത്. ഈവൻ സ്റ്റുഡിയോ കുറേ നമ്മുടെ ഇത് വന്നിട്ടൊരു 80 കഴിയാൻ നേരത്തെ തന്നെ 80 to 83 ആയപ്പം സ്റ്റുഡിയോ ഒന്ന് പുറത്തായല്ലോ ഷൂട്ടിങ്. ഞാൻ തന്നെ അവസാനം ഞാനേകനാണ് രതിലയം, ബാക്കി പടങ്ങളെല്ലാം എടുത്തത് പുറത്താണ്. ഞാനേകനാണ് പകുതി എടുത്തത് ശ്രീമൂലം ക്ലബിലും, ബാക്കി പകുതി സമുദ്ര ഹോട്ടലിലുമായിരുന്നു. അവിടെ ഒരു സ്റ്റോട്ട് പോലും എടുത്തിട്ടില്ല സ്റ്റുഡിയോയിൽ. കാരണം ഈ സെറ്റ് ഇട്ടിട്ട് ഷൂട്ട് ചെയ്യുന്ന സംസ്കാരമൊക്കെ പോയി. ഇപ്പോൾ ഇല്ലല്ലോ. ആ സമയത്ത് പോലും സിനിമയാണ് സത്യം പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ എന്നെ സഹായിച്ചത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ ഓർക്കാതെ തന്നെ ഈ ആർക്കിടെക്ചറിന് പോയി എന്ന് പറഞ്ഞില്ലേ, ഡിസൈനിങ്ങും ഒക്കെ കൺസ്ട്രക്ഷനും ഒക്കെ പോയെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഞാൻ അറിയാതെ പറ്റിയൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഞാൻ വാങ്ങിച്ചതിൻ്റെ 2 പൂജ്യങ്ങളും കൂടെ ചേർത്തിട്ടാണ് ഈ വാങ്ങിച്ച സ്ഥലങ്ങളെല്ലാം വിറ്റത്. ലാഭമാണ്, ഭയങ്കര ലാഭമല്ലേ കിട്ടിയത്. വിറ്റുപോയത് ഭാഗ്യം. ഉമാ സ്റ്റുഡിയോ തന്നെ ഞാൻ വാങ്ങിക്കുന്നത് സത്യം പറഞ്ഞാൽ 100 രൂപ സെൻറ്റിന് വാങ്ങിക്കുന്ന ഉമാ സ്റ്റുഡിയോ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് 2500 രൂപ വെച്ച് കൊടുക്കുന്നു.
ഈ 2500 രൂപ വെച്ച് എന്നെ അന്ന് കാശിന് വേറെ ഈ കാശിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ കാശ് മുഴുവൻ കൊണ്ടും ഇതിവിടെ മൂന്നാം മൂട്ടിൽ കുറേ സ്ഥലം വാങ്ങിക്കണം. ആ സ്ഥലം ഞാൻ പിന്നെ വിൽക്കുന്നത് 55,000 റുപ്പീസിനാണ് ഈ 2500 രൂപയ്ക്ക് വാങ്ങിച്ചത്. ബാക്കി ക്യാഷ് ഉള്ളത് അഭിനയിച്ചതല്ല, പ്രൊഡ്യൂസ് ചെയ്തതല്ല, റിയൽ എസ്റ്റേറ്റിൽ നിന്ന് വന്നത്. ഈ പ്ലാൻ ചെയ്യാത്ത റിയൽ എസ്റ്റേറ്റ് ഉണ്ടല്ലോ, അതാണ് ഈ ക്യാഷ്. സാധാരണഗതിയിൽ സിനിമയിൽ നിന്ന് കിട്ടിയ പൈസ മുഴുവൻ സിനിമ നിർമ്മിച്ചു കഴിഞ്ഞാൽ കളഞ്ഞിട്ടേ ഉള്ളൂ. അതെ, പക്ഷെ സാറിന് അങ്ങനെ നഷ്ടം പറ്റിയില്ല. ഇല്ല. പിന്നെ പണം ഒരു 10-14 പടം പിടിച്ചില്ല, 2 പടത്തിന് മാത്രമേ ഉള്ളൂ ചിലവാക്കിയ കാശ് കിട്ടാത്തത്. ബാക്കിയെല്ലാം ലാഭനഷ്ട കണക്കുകൾ നോക്കുമ്പോൾ സിനിമയോട് സ്നേഹം മാത്രമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. മധുസാർ എന്നുള്ള വ്യക്തിയെ സൃഷ്ടിക്കുക മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കി തന്നു സിനിമയാണ്. മലയാള സിനിമയ്ക്ക് അന്നത്തെ കാലത്ത് വലിയൊരു സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും പക്ഷേ പല മുൻനിര നടന്മാരും പിന്നീട് വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അപ്പോഴും അവസാനമായി ഇത് ചെയ്യാൻ നേരത്തൊക്കെ തന്നെ ഇതൊന്നും ഇല്ലാതായിരുന്നാലും പോലും വല്ലയിടത്തും പോയിട്ട് വല്ല ട്യൂട്ടോറിയൽ കോളേജിൽ പോയിട്ട് പഠിപ്പിക്കാമല്ലോ, അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കാമല്ലോ. MA ഹിന്ദിൻ്റെ ഒരു ബലമുണ്ട് കയ്യിൽ, ഉണ്ട് ആ ഒരു അഹങ്കാരം മുഖത്ത് ഉണ്ട്. അതെ.